കേരളത്തിലെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന ചർച്ചകളും പ്രസ്താവനകളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇതിന് പിന്നിൽ വഖഫ് സംവിധാനത്തിന് മേൽ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാൻ ബോധപൂർവം നടക്കുന്ന വലിയൊരു നീക്കമുണ്ടെന്ന് എത്ര പേർക്കറിയാം? മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമും വഖഫ് മന്ത്രി ശംസുദ്ദീനും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും അവാസ്തവമാണ്. ഇത് ഏതാനും ചിലരുടെ പ്രസ്താവനയായി മാത്രം കണ്ട് തള്ളിക്കളയാവുന്ന ഒന്നല്ല. വഖഫ് സംവിധാനത്തെ തകർക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഉമീദ് ആക്ടിലെ നിർദ്ദേശങ്ങൾ കേരളത്തിലും നടപ്പിലാക്കാൻ സതീശൻ സർക്കാരും ലീഗ് നേതൃത്വവും ഒത്തുകളിക്കുകയാണ്. ഈ വിഷയത്തിൽ പൂർണ്ണമായ വസ്തുതകൾ നമുക്ക് പരിശോധിക്കാം. ഹൈക്കോടതിക്ക് മുന്നിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് 4 ഹർജികളാണ് വന്നത്. PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ്, ഷിയ പ്രതിനിധി സാജിദ് ഹുസൈൻ, കാസ, സ്റ്റാലിൻ ദേവൻ എന്നിവരായിരുന്നു ഹർജിക്കാർ. ചീഫ് ജസ്റ്റിസ് സൗമിൻ സെൻ, ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും അതിനാൽ ഇപ്പോഴത്തെ ബോർഡിനെ മരവിപ്പിക്കണമെന്നുമായിരുന്നു ഷോൺ ജോർജിൻ്റെ പ്രധാന ആവശ്യം. ഇവിടെയാണ് അത്ഭുതം നടക്കുന്നത്. ഈ ആവശ്യത്തെ UDF സർക്കാർ എതിർക്കുകയായിരുന്നല്ലോ വേണ്ടത്. എന്നാൽ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, ഷോൺ ജോർജിൻ്റെ ഹർജിയെ ശരിവെക്കുന്ന രീതിയിൽ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കണമെന്ന് സർക്കാർ സത്യവാങ്മൂലം നൽകി. കേസിൽ അപൂർവമായി മാത്രം ഹാജരാകാറുള്ള അഡ്വക്കേറ്റ് ജനറൽ നേരിട്ടാണ് സർക്കാരിന് വേണ്ടി കോടതിയിലെത്തിയത്. നിങ്ങൾ ഹർജിക്കാരനെ പിന്തുണക്കുന്നുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ ഞങ്ങൾ പിന്തുണക്കുന്നു എന്നായിരുന്നു സർക്കാരിന് വേണ്ടി AG നൽകിയ മറുപടി. അതായത് 2 അമുസ്ലിങ്ങളെ നിയമിക്കണമെന്ന BJP നിലപാടിനെ ലീഗ് ഉൾപ്പെടുന്ന UDF സർക്കാർ പരസ്യമായി പിന്തുണച്ചു. ഫലത്തിൽ എന്താണ് കണ്ടത്? കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകനും സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകനും ഹർജിക്കാരുടെ അഭിഭാഷകരും ഒരു ഭാഗത്ത്, വഖഫ് ബോർഡിൻ്റെ അഭിഭാഷകൻ മാത്രം മറുഭാഗത്ത്. അങ്ങനെയാണ് വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതി താൽക്കാലിക വിലക്കേർപ്പെടുത്തുന്നത്. എന്നാൽ പിന്നീട് സുപ്രീം കോടതിയിൽ വഖഫ് ബോർഡിന് അനുകൂലമായ നിലപാടാണ് ഉണ്ടായത്. ഇതോടെ വളഞ്ഞ വഴിയിൽ വഖഫ് ബോർഡിനെ നിയന്ത്രിക്കാനും മുനമ്പം പോലുള്ള വിഷയങ്ങളിൽ VD സതീശൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കാനുമുള്ള നീക്കം പൊളിഞ്ഞു. എന്നാൽ ഈ വിഷയത്തിൽ മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത പുറത്തുവിട്ടത് വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസയാണ്. വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ നിയമിക്കാത്തതിനെതിരെ ആദ്യം കോടതിയെ സമീപിച്ചത് ഷോൺ ജോർജ് അല്ല, മറിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗവും ലീഗ് നേതാവുമായ അസ്ഹറാണ്. അസ്ഹർ നൽകിയ ഹർജിയിലെ അതേ വാചകങ്ങളാണ് പിന്നീട് ഷോൺ ജോർജിൻ്റെയും കാസയുടെയും ഹർജികളിൽ ഉയർന്നു വന്നത്. ഇതിനു പുറമെ കേരളത്തിൽ നാമമാത്ര പ്രാതിനിധ്യം പോലുമില്ലാത്ത ബോറ മുസ്ലിങ്ങൾക്ക് വേണ്ടി സീനിയർ അഭിഭാഷകരെ വെച്ച് കേസ് നടത്തുന്നതിന് പിന്നിൽ പണമൊഴുക്കുന്നത് ആരാണ്? ഇതെല്ലാം വലിയ ദുരൂഹതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വഖഫ് സ്വത്തുക്കൾക്ക് മേൽ കൈവെക്കാൻ കേന്ദ്ര സർക്കാർ 2025 കൊണ്ടുവന്ന ഉമീദ് ആക്ട് തമിഴ്നാട്, കർണാടക, പശ്ചിമ ബംഗാൾ എന്നിവയ്ക്കൊപ്പം കേരളവും എതിർത്തിരുന്നതാണ്. കേരള നിയമസഭ ഐക്യകണ്ഠേന ഇതിനെതിരെ പ്രമേയവും പാസാക്കിയിരുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇത് നടപ്പിലാക്കിയത്. ഉമീദ് ആക്ടിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകി റീൽസ് ഇട്ട പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതേ ലീഗിന്റെ നേതാവ് ശംസുദ്ദീനാണ് ഇപ്പോൾ വഖഫ് മന്ത്രി. എന്നാൽ ഇതേ ഉമീദ് ആക്ട് നടപ്പിലാക്കുമെന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെ ന്യായീകരിക്കുകയാണ് മന്ത്രി ശംസുദ്ദീനും ലീഗ് നേതാവ് സലാമും ചെയ്യുന്നത്. ഹൈക്കോടതിയുടെ ഇടക്കാല വിധി മാത്രമാണ് വന്നിട്ടുള്ളത്. വിശദമായ വാദം നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഈ ഘട്ടത്തിൽ സതീശനെ മുഖ്യമന്ത്രിയാക്കാനും UDFനെ വിജയിപ്പിക്കാനും അഹോരാത്രം പണിയെടുത്ത മുസ്ലിം സംഘടനകളോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. വഖഫിന് മേലുള്ള സംഘപരിവാർ അജണ്ടക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്തുക. ഇത് കേവലം രാഷ്ട്രീയ തർക്ക വിഷയമല്ല, സമുദായത്തിൻ്റെ അടിസ്ഥാന നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ലീഗിനെയും കുഞ്ഞാലിക്കുട്ടിയെയും സാദിഖലി തങ്ങളെയും നമ്പി സമുദായത്തിൻ്റെ അസ്ഥിവാരത്തിൽ മാന്താൻ നമ്മൾ അവസരം നൽകരുത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക.